റേഡിയോ മാറ്റിലി 90.4 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റിലി, മാറ്റത്തിന്റെ ശംഖുലി. അറിവിന്റെ പടവുകൾ. തനതായ ഗവേഷണത്തിലൂടെ വൈജ്ഞാനിക ലോകത്തിന് പുതിയ പടവുകൾ തീർത്തവർ. നിർവഹണം പ്രജിഷ രാജേഷ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിവിന്റെ പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഭാരതിയാർ സർവകലാശാലയിൽ നിന്നും പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ കൽപ്പറ്റ പുഴമുടി സ്വദേശി അർച്ചന അശോകാണ് ഇന്നത്തെ അറിവിന്റെ പടവുകളിൽ. പ്രകൃതിയെയും പരിസ്ഥിതിയെയും പരിസ്ഥിതി മലിനീകരണത്തെയും കുറിച്ച് ആഴത്തിൽ പഠിച്ച ഡോക്ടർ അർച്ചന അശോകിന്റെ ഗവേഷണ വഴികളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റുലിയുടെ അറിവിന്റെ പടവുകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് കൂടി പറയാമോ? എന്റെ പേര് അർച്ചന എന്നാണ്. ഞാനിപ്പോ ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD ഇപ്പൊ അടുത്താണ് കഴിഞ്ഞത് വൈവയൊക്കെ. അപ്പൊ എൻവയോൺമെന്റൽ സയൻസിലായിരുന്നു എന്റെ PhD എന്ന് പറയുന്നത്. പരിസ്ഥിതി ശാസ്ത്രത്തില് ഒരു ഡോക്ടറേറ്റ് എന്ന് പറയുന്ന വലിയൊരു നേട്ടമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ PhD ഇപ്പോ ലഭിച്ച് എന്ന നിലയ്ക്ക് എന്താണ് ഇപ്പോ തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട്, കൂടെ അഭിമാനമുണ്ട്. അതേപോലെ കുറച്ച് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട്. എന്റെ PhD ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട്. മുഴുവൻ സമയ ഗവേഷണ വിദ്യാർത്ഥിയാണോ? അതായത് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാലോ. അപ്പൊ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ റെഗുലർ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്, മുഴുവൻ സമയം ആയിട്ട്. ഒരുപാട് സമയം എടുത്തോ? ഇല്ല, 4.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു പരിസ്ഥിതി ശാസ്ത്രം തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? പരിസ്ഥിതി ശാസ്ത്രം തന്നെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ BSc പഠിച്ചത് ബോട്ടണി ആയിരുന്നു. അപ്പം എനിക്ക് ചെറുപ്പം മുതലേ ഈ പരിസ്ഥിതി മലിനീകരണം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു താല്പര്യമുള്ള ഒരു ഫീൽഡായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏറ്റവും ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ ആദ്യം മുതലേ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ബോട്ടണി മാറി PG ഞാൻ എൻവയോൺമെന്റൽ സയൻസിലേക്ക് എടുക്കുകയും അതിനുശേഷം PhD അതിൽ തന്നെ തുടരാനും വേണ്ടി തീരുമാനിച്ചത്. ഈ PhDയുടെ വിഷയം ഏതായിരുന്നു എന്നൊന്ന് പറയാമോ? PhDയുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിലുള്ള ഹെവി മെറ്റൽ മലിനീകരണം, അതേപോലെ തന്നെ നമ്മുടെ അതില് മലിനീകരണത്തിൽ ഉണ്ടാകുന്ന സസ്യ വളർച്ച, ചെടികളുടെ വളർച്ച എങ്ങനെ, ഈ മലിനീകരണം ചെടികളുടെ വളർച്ച എങ്ങനെ ബാധിക്കുന്നു, അതേപോലെ തന്നെ ഈ ചെടികൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ മലിനീകരണം എങ്ങനെയൊക്കെ തടയാൻ പറ്റും. ചെടികളും അതേപോലെ തന്നെ ബയോചാർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലും അതേപോലെ തന്നെ ബാക്ടീരിയ, ഈ ചെടികളിൽ മണ്ണിൽ വളരുന്ന ബാക്ടീരിയ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഈ മലിനീകരണം തടയാൻ പറ്റും എന്നുള്ളതായിരുന്നു എന്റെ പ്രബന്ധ വിഷയം. നമ്മൾ ഈ PhDക്കൊക്കെ വിഷയം എടുക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, PhD പൂർത്തിയാക്കിയവരൊക്കെ, നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു ഗൈഡിനെ കിട്ടിയാൽ തന്നെ പകുതി സമാധാനമായി എന്നുള്ളത്. എങ്ങനെയായിരുന്നു ഗൈഡിന്റെ നിർദ്ദേശങ്ങൾ ഈ 4.5 വർഷവും കൂടെ ഉണ്ടായിരുന്നോ? ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ ഗൈഡ് എന്ന് പറയുന്നത് ഡോക്ടർ M. രാജ്കുമാർ എന്ന് പറയുന്ന സാറാണ്. സാർ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ 2% സയന്റിസ്റ്റിൽ ഒരാളായിരുന്നു. ഓരോ വർഷത്തെ സ്റ്റാൻഫോർഡിന്റെ ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എല്ലാ വർഷവും സാർ വേൾഡിലെ 2% സയന്റിസ്റ്റിൽ ഒരാളാണ്. സാറ് ആണ് എന്റെ എന്താ പറയാ പില്ലർ എന്നൊക്കെ പറയുമല്ലോ നമ്മള്. സാറ് നമ്മളെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്ത് കാര്യം സാറിന്റെ അടുത്ത് പോയി പറഞ്ഞാലും സാറ് നമ്മളെ എന്താ പറയാ തുടക്കം മുതൽ ഒടുക്കം വരെ സാറ് തന്നെയായിരുന്നു എല്ലാത്തിനും കൂടെ. നമ്മളെ ചെയ്യാനും നമ്മുടെ വർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും തെറ്റുകൾ തിരുത്താനും റിസൾട്ടില് പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെയല്ല ഈ രീതിയിൽ നമുക്ക് ചെയ്താൽ നന്നായിരുന്നു എന്നുള്ള നമുക്ക് ഒപ്പീനിയൻസ് പറയാനും ഗൈഡ് തന്നെയായിരുന്നു എനിക്ക് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത്. ഭാരതീയ സർവകലാശാലയിൽ നിന്നായിരുന്നല്ലോ PhD എടുത്തത്. അപ്പൊ അവിടുത്തെ ആ ഒരു പഠനകാലത്തെക്കുറിച്ചും ഗവേഷണ രീതികളെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ?
ഞാന് എന്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ഭാരതീയർ എന്നാണ് ചെയ്തത്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു. അത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഞാൻ PhD ചെയ്യുന്നത്. അപ്പം അവിടുത്തെ പഠനകാലം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റിസർച്ചിൽ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ക്യാരക്ടർ ഡെവലപ്മെന്റിനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ഗൈഡുമാർ, ഫാക്കൽറ്റീസ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരും എല്ലാ തരത്തിലും നല്ല രീതിയിൽ നമ്മളെ സഹായിക്കാനും അതേപോലെ തന്നെ ഫെസിലിറ്റീസും ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഭയങ്കര നല്ലതായിരുന്നു. അവിടുത്തെ നമ്മുടെ ലാബ് വർക്കിലെ ലാബിലുള്ള ഒരു പരിസ്ഥിതിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഭയങ്കര നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നല്ല സമയമായിരുന്നു എന്റെ കാലഘട്ടം. നമ്മളൊരു പുതിയ വിഷയം എടുത്ത് ആ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തലുകൾ നമ്മുടേതായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട് എന്ന് ഗവേഷണ വിദ്യാർത്ഥികൾ പറയാറുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ഗവേഷണ കാലം? പ്രതിസന്ധികൾ ഒരുപാട് ഉണ്ടായിരുന്നോ? ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തേത് തന്നെ നമ്മുടെ റിസർച്ച്, ഇപ്പൊ നമ്മളൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് തന്നെ അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കുക. അതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ഇന്ന് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്താൽ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ നമുക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ചിലപ്പോൾ ലഭിക്കാതെ ഇരിക്കും. ചിലപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഒരു മാസം മുന്നേ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടി വരും. അപ്പൊ ആ വർക്കിന് ആ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു മാസത്തെ നമ്മുടെ അധ്വാനം വെറുതെ വേസ്റ്റ് ആവുകയാണ്. അങ്ങനെ നമ്മൾ പല തവണ ഒരേ സാധനം റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോന്നിന്റെ റിസൾട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ ഫീൽഡ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ടുകള്, പിന്നെ നമുക്ക് അവിടെ പോയി നമ്മൾ കുറെ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ ഉള്ള കുറെ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എക്സ്പെക്ട് ചെയ്ത സമയത്തിന് നിയന്ത്രണം ഉണ്ടല്ലോ, നമുക്ക് 5 വർഷത്തിനുള്ളിൽ തീർക്കണം. അപ്പൊ നമ്മുടെ ഒരു റിസർച്ച് വർക്ക് ബ്രോഡ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ നമുക്ക് തീർക്കണം എന്നുള്ള ഒരു സമയ നിയന്ത്രണം, അതൊക്കെ നമുക്ക് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. പക്ഷെ നമുക്കൊരു ക്ഷമയോടുകൂടി നമ്മൾ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ ഗൈഡ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലും കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ. ഗൈഡ് മാത്രമല്ല എന്റെ കുടുംബം ഉണ്ടായിരുന്നു കൂടെ. അവരുടെ ഒക്കെ ഒരു സപ്പോർട്ടാണ്. വയനാട്ടിൽ എവിടെയാണ് എന്നുകൂടി ഒന്ന് പറയാമോ? വയനാട്ടിലെ കൽപ്പറ്റയാണ് എന്റെ വീട്. അപ്പോ പരിസ്ഥിതി പ്രാധാന്യമൊക്കെ ഒരുപാടുള്ള ഒരു ജില്ലയിൽ നിന്നുള്ള ആളെന്ന നിലയിൽ ഇപ്പൊ ഈ പഠനം കഴിഞ്ഞപ്പോ വയനാടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? അതെ, നമ്മുടെ വയനാട് എന്ന് പറയുന്നത് തന്നെ കാർഷിക ജില്ലയാണ്. അതേപോലെ തന്നെ നമ്മുടെ വയനാട് ജില്ലയിലെ പോലെയുള്ള പ്രദേശങ്ങളിൽ മണ്ണിന്റെ ഗുണനിലവാരവും അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എന്റെ ഗവേഷണം എന്ന് പറയുന്നത് മണ്ണിന്റെ മലിനീകരണം കുറയ്ക്കാനും അതേ വഴി സസ്യ വളർച്ച മെച്ചപ്പെടുത്താനും എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിത്തുകളുണ്ടല്ലോ, വിത്തിനെ നമ്മൾ ഒരു ബയോചാർ എന്ന് പറയും, നമ്മുടെ ഒരു കരിയൊക്കെ പോലെ ഒരു സാധനം, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ വേസ്റ്റ് ആയിരിക്കും. ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഓക്സിജന്റെ സഹായം ഇല്ലാതെ കത്തിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന കരി വെച്ചിട്ട് നമ്മൾ ഈ സീഡിനെ കോട്ട് ചെയ്യുന്നു. അത് ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് അതുവഴിയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ചെടികളുടെ വളർച്ച മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പൊ അത് നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരം ആയിരിക്കും അവർക്ക്. അപ്പൊ ആ ഒരു രീതിയിലാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുപോലെ ഈ PhD ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് ഓപ്പൺ ഡിഫൻസ് എന്ന് പറയുന്നത്, പ്രബന്ധ അവതരണത്തിന്റെ ആ ദിവസം. എങ്ങനെയായിരുന്നു ആ അനുഭവം എന്ന് പറയാമോ? പ്രബന്ധാവതരണത്തിന്റെ ദിവസം ഇപ്പോ കഴിഞ്ഞ April 2 എന്റെ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞത്. ഇപ്പം ഭാരതീയർ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് തന്നെയായിരുന്നു നടന്നത്. നമ്മള് അത്രയും വർഷത്തെ നമ്മുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു ദിവസമാണ് നമ്മുടെ റിസൾട്ടുകളും എല്ലാം നമ്മൾ എല്ലാവരിലും എത്തിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം എന്തായാലും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം പുതിയൊരു വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്.
മൊത്തത്തിൽ ആരും അധികം ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ ഹെവി മെറ്റലുകളിലും അല്ലെങ്കിൽ മലിനീകരണത്തിനും ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു രീതിയിലുള്ള അപ്രോച്ച് വളരെ ആദ്യമായിട്ടുള്ളത് ഒന്നായിരുന്നു. അപ്പം പലർക്കും പല സംശയങ്ങളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റി എനിക്ക്. അതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഗവേഷണം ഇനി തുടർന്ന് പോകാനാണോ ആഗ്രഹം? പലരും ബാക്ക് ടു ജോലിയൊക്കെ ആവാറുണ്ടല്ലോ ഗവേഷണം പൂർത്തിയാക്കി ഡോക്ടറേറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു മേഖലയിലുള്ള ഗവേഷണം തുടർന്ന് പോകാനുള്ള ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഞാൻ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ കുറച്ചും കൂടി നമുക്ക് ബ്രോഡായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതില് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം എനിക്കൊരു അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കണമെന്നും ആഗ്രഹമുണ്ട്. രണ്ടും ഒരേ മേഖലകളാണല്ലോ. നമുക്ക് ചെയ്ത കാര്യങ്ങള് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വഴിയായിരിക്കും, അധ്യാപനത്തിലൂടെ. സോ അതിനോടും എനിക്ക് നല്ല താല്പര്യമുണ്ട്. കൽപ്പറ്റയാണ് നാടെന്ന് പറഞ്ഞല്ലോ. വിദ്യാഭ്യാസ കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാമോ? എവിടെയൊക്കെയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം? പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഞാൻ +2 വരെ LKG മുതൽ +2 വരെ 14 വർഷം NSSലാണ് പഠിച്ചത്. അതിനുശേഷം ബത്തേരി സെന്റ് മേരീസിലായിരുന്നു BSc ബോട്ടണി ആയിരുന്നു. അതിനുശേഷം 2017 കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ എൻവയോൺമെന്റൽ സയൻസ് PG എടുത്തു. അവിടെ നിന്നാണ് നേരിട്ട് PhDക്കും ചെന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ ഭാരതിയാർ യൂണിവേഴ്സിറ്റിന്റെ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു അഡ്മിഷൻ പ്രോസസ് എന്നുകൂടി ഒന്ന് പറയാമോ? അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അവിടെ രണ്ട് ഇൻടേക്ക് ഉണ്ട്. ഒരു വർഷത്തെ തന്നെ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ജൂൺ സെഷനും ഉണ്ട്, ഒക്ടോബർ സെഷനും ഉണ്ട്. ഇപ്പം ഫെലോഷിപ്പുകൾ ഉള്ളവർക്ക് UGC നെറ്റ്, അതേപോലെ തന്നെ എന്റെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സെൻട്രൽ ഗവൺമെന്റ് തരുന്ന ഇൻസ്പയർ എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗൈഡിനെ ബന്ധപ്പെടുകയും നമുക്ക് ഏതാണോ നമുക്ക് താല്പര്യമുള്ള വിഷയം, ഇപ്പം ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ എൻവയോൺമെന്റൽ ഡിപ്പാർട്ട്മെന്റ്, സയൻസസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ തന്നെ പല ഇതില് ഗവേഷണം ചെയ്യുന്ന ഗൈഡുമാരുണ്ടാവും. മറൈനിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ മൈക്രോബയോളജിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ബയോ റെമഡീസിൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് ഏതാണോ താല്പര്യമുള്ള വിഷയം അത് നമ്മൾ തെരഞ്ഞെടുത്തതിന് ശേഷം ഗൈഡിനെ ബന്ധപ്പെടുക. നേരിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അവർക്ക് വാക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതില്ലെങ്കിൽ അവിടെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, CET എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അത് അറ്റൻഡ് ചെയ്തിട്ട് അത് നമ്മൾ എലിജിബിൾ ആവുകയും അതിനുശേഷം നമ്മൾ അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്യണം. ഇതാണ് പ്രൊസീജിയർ. ഓക്കെ. നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കണ്ടുപിടിക്കാൻ കഴിയാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ വളരെ മാനസിക സമ്മർദ്ദമുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് കുടുംബത്തിന്റെ ഒരു പിന്തുണ എന്ന് പറയുന്നത് വളരെ വലുതാണല്ലോ. അപ്പൊ കുടുംബം ഈ യാത്രയിൽ നൽകിയ ഒരു പിന്തുണയെ കുറിച്ചൊന്ന് പറയാമോ? കുടുംബത്തെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എനിക്ക് വളരെ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ കുടുംബം വയനാടും, ഞാൻ ചെയ്യുന്നത് ഫുൾ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തമായിട്ട് അവിടെ തന്നെ നിന്ന് ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ വിവാഹിതയാണ്. വിവാഹത്തിന് ശേഷം ഒരു മകനുണ്ടായിരുന്നു എനിക്ക്. മകന് 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇവിടെ PhDക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പം ആദ്യമൊക്കെ മകനെ കൂട്ടിയിട്ട് അവിടെ ആയിരുന്നു, കോയമ്പത്തൂരായിരുന്നു ഞാൻ നിന്നിരുന്നത്. അതിനുശേഷം കൊറോണ കാര്യങ്ങളൊക്കെ വരികയും മകനെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ടായി. മകൻ ഇവിടെയും ഞാൻ അവിടെയായിരുന്നു. അത് മാനസികമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെല്ലുവിളി ഉണ്ടാക്കുന്ന സമയമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മകനും വിട്ടു നിൽക്കുന്നു, ഞാനും അവിടെ ആയിരുന്നു. അപ്പം കുടുംബത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ അച്ഛൻ PK അശോകൻ, അച്ഛൻ കോഫി ബോർഡ് റിട്ടയർ ഉദ്യോഗസ്ഥനാണ്. അമ്മ സുമ, അതേപോലെ തന്നെ ഭർത്താവ് ബിനോജാണ്, പഴശ്ശിക്കുടി മ്യൂസിയത്തിൽ വർക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും, ഇവരാണ് എന്റെ മകനെ നോക്കിയിരുന്നത്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും അവരില്ലാതിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും എന്റെ ഗവേഷണം പൂർത്തിയാക്കാൻ പറ്റില്ല. എന്റെ റിസർച്ച് ഞാൻ എന്റെ വൈവേ തന്നെ ഓപ്പൺ ഡിഫൻസിൽ ഞാൻ ആദ്യം പറഞ്ഞതാണ്, എന്റെ റിസർച്ച് ഞാൻ എന്റെ മകന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അവനില്ലെങ്കിൽ അവൻ ഇങ്ങനെ മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടില്ലായിരുന്നു. അപ്പോ ഗവേഷണ രംഗത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട്, അപ്പൊ PG ഒക്കെ കഴിഞ്ഞിട്ടാണ് വരിക, പലരും ഇപ്പോ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ PhDയിലേക്ക് എത്തിപ്പെടുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകും. എന്താണ് ഒരു ഗവേഷണം പൂർത്തിയാക്കി വിജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയാനുള്ളത്? ഗവേഷണം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ക്ഷമയും അത്യാവശ്യം നല്ല സമർപ്പണവും ആവശ്യമായിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ക്ഷമയും സമർപ്പണവും ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ആത്മവിശ്വാസം ഒരു സ്റ്റേജിൽ നമ്മൾ കളയാൻ പാടില്ല. നമുക്ക് ആത്മവിശ്വാസം മാത്രമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അവസരങ്ങൾ കിട്ടുമ്പോൾ നേടാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെ ഒരുപാട് ഫെലോഷിപ്പുകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പുറത്തു പോകാൻ പറ്റുന്ന ഒരുപാട് ഫെലോഷിപ്പുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഫെലോഷിപ്പുകളുണ്ട്. അതൊക്കെ മാക്സിമം അവസരങ്ങളൊക്കെ നേടുക. അതേപോലെ തന്നെ സ്വപ്നങ്ങൾ എന്തെങ്കിലും വെച്ചാൽ സ്വപ്നങ്ങൾ കാണുക. അതൊരിക്കലും ഉപേക്ഷിക്കാൻ നിൽക്കരുത്. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അതിന്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. ഒരിക്കലും കിട്ടാതിരിക്കില്ല. നമ്മുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒരുപാട് സന്തോഷം. അവസാനമായിട്ട് എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി ഓരോ വ്യക്തിക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഒരു ചെറിയ കാര്യം എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത് എന്നുകൂടി പറയാമോ? അതെ, ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പം നമ്മള് എല്ലാരോടും പറയുന്നതിനേക്കാളും നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങുക. നമ്മുടെ മക്കളെ നമ്മൾ ആദ്യം പറഞ്ഞു പഠിപ്പിക്കുക. നമ്മള് ഘോരം പ്രസംഗിക്കുക, നാട്ടുകാരെ കുറെ ഇത് കൊടുക്കുക, അതിനേക്കാളും നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ തുടങ്ങുക. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. ഇതൊക്കെ എല്ലാവരും കേട്ട് പഴകിയ കാര്യങ്ങളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഉറപ്പായിട്ടും. അതേപോലെ പരിസ്ഥിതി സംരക്ഷണത്തിന് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വളരെയധികം വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ചെടികൾ നട്ട് വളർത്തുക. നമ്മുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത് മാക്സിമം നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരുപാട് സന്തോഷം. തിരക്കിലാണ് എന്നറിയാം. എന്നാലും റേഡിയോ മാറ്റിലേക്ക് വേണ്ടി ഇത്രയും സമയം ഗവേഷണത്തെക്കുറിച്ചും ഗവേഷണത്തിന്റെ നാൾവഴികളെ കുറിച്ചും ഒക്കെ തന്നെ വിശദമായി പറഞ്ഞു തന്നു. ഒരുപാട് സന്തോഷം. ഈ ഒരു PhD നേടിയ ഒരു യാത്ര എന്ന് പറയുന്നത് ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഒരുപാട് പ്രചോദനമുണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇനിയും അധ്യാപികയായും അതോടൊപ്പം പോസ്റ്റ് ഡോക്ടറൽ വർക്കുകളുമായിട്ടും വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് റേഡിയോ മാറ്റുലിയും ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നന്ദി. എനിക്കും നല്ല സന്തോഷമുണ്ട്. പരിസ്ഥിതിയെ അറിഞ്ഞുകൊണ്ടുള്ള പഠനയാത്ര വലിയൊരു മാതൃകയാണ്. ഗവേഷണ രംഗത്തെ ഡോക്ടർ അർച്ചന അശോകിന്റെ ഈ നേട്ടം വ്യക്തിപരമായ വിജയം മാത്രമല്ല, നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ്. പരിസ്ഥിതി ശാസ്ത്രത്തിൽ PhD കരസ്ഥമാക്കിയ കൽപ്പറ്റ സ്വദേശി അർച്ചന അശോകിനെയാണ് ഇന്നത്തെ അറിവിന്റെ പടവുകളിലൂടെ പരിചയപ്പെട്ടത്. നന്ദി, നമസ്കാരം. അറിവിന്റെ പടവുകൾ. തനതായ ഗവേഷണത്തിലൂടെ വൈജ്ഞാനിക ലോകത്തിന് പുതിയ പടവുകൾ തീർത്തവർ. നിർവഹണം പ്രജിഷ രാജേഷ്.